കഴിഞ്ഞ വർഷം നിങ്ങളൊരു പ്രോപ്പർട്ടി വിറ്റു, അപ്പോൾ വലിയൊരു എമൗണ്ട് ഒക്കെ കയ്യിൽ വന്നു. അപ്പോൾ ആ വർഷം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണും ഫയൽ ചെയ്തു. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി എല്ലാ വർഷവും ഇതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ എന്നുള്ളത്. നമ്മൾ ലീഗലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള വർഷങ്ങളിൽ നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിലും താഴെയാണ് നിങ്ങളുടെ വരുമാനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അവിടെയാണ് ചെറിയ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുള്ളത്. നിങ്ങളുടെ വരുമാനം ചിലപ്പോൾ കുറവൊക്കെ ആയിരിക്കാം, എന്നാൽ പോലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഒരുപാട് ട്രാൻസാക്ഷൻസ്, ഒരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പണികൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്, അല്ലെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഒരുപാടുണ്ട്, ക്യാഷ് ഡെപ്പോസിറ്റുകൾ വരാറുണ്ട്, നിങ്ങളുടെ പേരിൽ വലിയ ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ പോലും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്നൊരു നോട്ടീസൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള ടാക്സ് ടിപ്സുകൾക്കായിട്ട് ഫോളോ ചെയ്യുക.